നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അച്ഛനാര പിണറായി. അതിലെന്താ സംശയം? വേണമെങ്കിൽ കമ്മികളും ഇങ്ങനെ പറയും. പക്ഷേ കൊച്ചാരുടേതാണെങ്കിലും അച്ഛൻ ഞാൻ തന്നെ എന്ന മട്ടിലാണ് പിണറായി മുന്നോട്ട് പോകുന്നത്. പിണറായിയുടെ വഴിയൊന്ന് പിന്തിരിഞ്ഞു പരിശോധിച്ചാൽ മനസ്സിലാകും, കേരളത്തിലെ തലമൂത്ത പല നേതാക്കന്മാരെയും വെട്ടിവീഴ്ത്തിയ ചോരപ്പാട് അവിടെ കാണാം. അതിലേറ്റവും അവസാനത്തെ കണ്ണീരിൻ്റെ പാട് MA ബേബിയുടേതാണ്. പേരിൽ തന്നെ ബേബി ഉള്ളത് കൊണ്ട് ബേബിയായി തന്നെ ഇരുന്നാൽ മതി, വളരേണ്ട എന്നാണ് പിണറായിയുടെ രാജകൽപ്പന. ഞാനല്ലാതെ ആര്, എനിക്ക് മുകളിൽ ഇനി ആരും വളരേണ്ട. അങ്ങനെ പിണറായിയും MB ഗോവിന്ദനും കൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അച്ഛനും കൊച്ചച്ഛനുമായിരിക്കുമ്പോഴാണ് ബേബി. പറയുമ്പോൾ CPM പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഒക്കെയാണ് ബേബി. പക്ഷേ ഒരു പാർട്ടി പരിപാടികളിലും ബേബിക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ ചിലതൊന്നും ബേബി അറിയുന്നത് പോലുമില്ല. അറിഞ്ഞു പങ്കെടുക്കുന്നതിൽ ബേബിക്കൊട്ടിരിക്കാൻ ഒരു കസേര പോലുമില്ല. വിവാദം കൊഴുക്കുകയാണ്. CPMന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികാചരണം ഈ മാസം 21-ന് VSനെ സംസ്കരിച്ച വലിയ ചുടുകാട്ടിലെ സ്മാരക നിർമ്മാണം വിവാദത്തിലാക്കിയതിന് പിന്നാലെ അനുസ്മരണ പരിപാടിയിൽ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയെ പങ്കെടുപ്പിക്കാത്തതും CPMൽ ചർച്ചയാകുന്നു. കേരളത്തിലെ ജനങ്ങൾ നെഞ്ചേറ്റിയ കമ്മ്യൂണിസ്റ്റുകാരനെ മരണശേഷവും CPM നേതൃത്വം അവഹേളിക്കുകയാണെന്നാണ് പാർട്ടി സഖാക്കളും എക്കാലവും VSനൊപ്പം നിന്നവരും വിമർശിക്കുന്നത്. അനുസ്മരണ പരിപാടിയിലോ സ്മാരകം ഉദ്ഘാടനത്തിലോ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് സ്ഥാനമില്ല. PB അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്യുന്നത്. പുഷ്പാർച്ചനയിലും അനുസ്മരണത്തിലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. MA ബേബി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം പാർട്ടിയിലെ പല പ്രധാന പരിപാടികളിലും ബേബിയെ അവഗണിക്കുകയാണെന്ന് ആക്ഷേപമുയർന്നിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ തിരുവനന്തപുരത്തെ AKG സെന്റർ ഉദ്ഘാടനം ബേബിയെ സാക്ഷിയാക്കി പിണറായി വിജയനാണ് നിർവഹിച്ചത്. CPMന്റെ പതിവനുസരിച്ച് മുഖ്യമന്ത്രിയെക്കാളും പ്രതിപക്ഷ നേതാവിനേക്കാളും ഉയർന്ന സ്ഥാനമാണ് ജനറൽ സെക്രട്ടറിക്കുള്ളത്. എന്നാൽ ഇവിടെ PB അംഗമായ പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറിക്കും ശേഷമാണ് ബേബിക്ക് സ്ഥാനമെന്ന് പറയേണ്ട, അതവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല. ഇതിന്റെ തുടർച്ചയാണ് VSന്റെ 1ാം അനുസ്മരണ പരിപാടിയിലും നേരിടുന്ന അവഗണന എന്നാണ് ആക്ഷേപം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പിണറായിക്കും ഗോവിന്ദനുമെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം കടുത്ത വിമർശനമാണ് ഉയർത്തുന്നത്. ഇവർക്ക് ബേബിയുടെ പിന്തുണ ഉണ്ടെന്ന പ്രചരണവുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് VSന്റെ അനുസ്മരണ പരിപാടിയിലെ ഒഴിവാക്കൽ ചർച്ചയാകുന്നത്. VSനെ പാർട്ടിക്കുള്ളിലും പുറത്തും അധിക്ഷേപിക്കുകയും വേട്ടയാടുകയും ചെയ്തവർ അദ്ദേഹത്തിന്റെ സ്മാരകവും അനുസ്മരണ പരിപാടികളും ഉദ്ഘാടനം ചെയ്യുന്നതിലെ വിരോധാഭാസവും പാർട്ടി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനിടെ സ്മാരക നിർമ്മാണം വിവാദമാക്കിയത് CPM നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് എന്നാണ് മറ്റൊരു വിമർശനം. വലിയ ചുടുകാട്ടിൽ നേതാക്കൾക്ക് പ്രത്യേക സ്മാരകം നിർമ്മിക്കില്ല എന്ന പൊതുധാരണ CPM ലംഘിച്ചെന്ന കുറ്റപ്പെടുത്തലുമായി CPI രംഗത്തെത്തിയതാണ് വിവാദത്തിന് കാരണം. ഒടുവിൽ CPI നേതാവ് TV തോമസിന് വലിയ ചുടുകാട്ടിൽ സ്മാരകം നിർമ്മിക്കാൻ അനുവാദം നൽകിയതാണ് വിവാദം അവസാനിപ്പിച്ചത്. രക്തസാക്ഷി സ്മാരക ഭൂമിയിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിൽ വീണ്ടും അവകാശ തർക്കം ഉടലെടുത്തതോടെയാണ് സമവായ ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിച്ചത്. ഒരു പ്രശ്നവുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് മരിച്ച് തലയ്ക്ക് മുകളിലിരിക്കുന്നവരെ ചൊല്ലിപ്പോലും തർക്കം മുറുകുകയാണ്. അതിന്റെ അന്തർധാരയിൽ നിന്ന് പുറത്തേക്ക് വമിക്കുകയാണ് എന്ന കാര്യം കൂടി ഓർക്കണം. VSനായി ഒരുക്കുന്ന സ്മാരകത്തിന്റെ രൂപകൽപ്പനയെ ചൊല്ലിയും ഇരു പാർട്ടികളും തമ്മിൽ തർക്കമുണ്ടായി. ഒടുവിൽ VSന്റെ സ്മാരകത്തിന്റെ ചുവർഭിത്തി ഒഴിവാക്കി. ചുവർഭിത്തി വന്നാൽ മറ്റ് സ്മാരകങ്ങൾ മറഞ്ഞു പോകുമെന്നായിരുന്നു CPI വാദം. പുന്നപ്ര വയലാർ രക്തസാക്ഷികളെയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും സംസ്കരിച്ച വലിയ ചുടുകാട് CPMന്റെയും CPIയുടെയും സംയുക്ത ഉടമസ്ഥതയിലാണ്. ഇപ്പോൾ സ്വാഭാവികമായും നിങ്ങളിൽ പലർക്കും തോന്നിയിട്ടുണ്ടാവില്ലേ, ഈ പ്രായത്തിൽ ഇനിയൊരു ഭരണം വന്നാൽ പോലും പിണറായിക്ക് ചിലപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കാൻ കഴിയില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ മുതിർന്ന നേതാക്കന്മാരെയൊക്കെ വെട്ടിയൊതുക്കുന്നത് എന്ന്. സംശയം ന്യായമാണ്. ഏതായാലും പ്രതിപക്ഷ നേതാവിന്റെ കസേര തൽക്കാലം പിണറായിക്ക് ഭദ്രമാണ്. പിന്നെ എന്തിനാണ് ഈ വയസ്സാം കാലത്ത് ഈ പരിപാടിക്ക് ഇറങ്ങുന്നതെന്ന് തോന്നുന്നില്ലേ? ഉത്തരം പറഞ്ഞുതരാം. സ്ത്രീധനമാണ്. സ്ത്രീധനം എന്താന്നല്ലേ? അതായത് മരുമകനും മകൾക്കും വേണ്ടി കരുതി വെക്കുന്ന ഒരച്ഛൻ്റെ രോദനമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ഞാനില്ലാതായാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സിംഹാസനം റിയാസ് എന്ന മരുമകനും അതുവഴി അതിന്റെ ലാഭം മകൾ വീണയ്ക്കും കിട്ടണം. എന്ത് കരുതലാണല്ലേ ഈ ഡാഡിക്ക്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള മുതിർന്ന നേതാക്കളെ ഒക്കെ ചുറ്റിപ്പിടിച്ചും കെട്ടിപ്പിടിച്ചുമൊക്കെ തന്നെയാണ് പിണറായി എന്ന സാധാരണ പാർട്ടി പ്രവർത്തകൻ കേരള മുഖ്യമന്ത്രി കസേരയിലും ഒടുവിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലും വരെ എത്തിയത്. പക്ഷേ ഈ കെട്ടിപ്പിടിക്കൽ ഒക്കെ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ വെട്ടിപ്പിടിക്കലായി.
അച്യുതാനന്ദനെ ഒരു കാലം കഴിഞ്ഞപ്പോൾ പ്രായാധിക്യമെന്നായിരുന്നു പിണറായിയുടെ ഭാഷ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ തന്നെ പല നേതാക്കൾക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും ഈ പറയുന്ന പ്രായാധിക്യം തടസ്സമായിരുന്നു. അപ്പോൾ പിന്നെ പിണറായി ആരാ? ചിരഞ്ജീവിയോ? രാജാവിന് അടുപ്പിലുമാകാമെന്നാണല്ലോ അല്ലേ? അപ്പോൾ പിന്നെ പിണറായിക്ക് ഇതൊക്കെയാവാം. വെറുതെ നിങ്ങളൊക്കെ കൂടി വളർത്തിയതല്ലേ ഈ പിണറായിയെ? ബുദ്ധിയും ബോധവുമുള്ള സഖാക്കൾ പലപ്പോഴും പറഞ്ഞതല്ലേ വളർത്തിക്കൊണ്ടുവരുന്നത് പാമ്പിനെയാണെന്ന്. പാഴ്മരമാണ് ഒടുവിൽ വീടിന് മുകളിൽ ചാഞ്ഞ് ഓട് പൊട്ടിക്കുമെന്ന്. അന്ന് അതൊന്നും കേട്ടില്ല. ഒടുവിൽ മുതിർന്ന നേതാക്കൾക്ക് പണി കിട്ടി തുടങ്ങിയപ്പോൾ വേദനിക്കുന്നുണ്ടല്ലേ? കൂടപ്പിറപ്പിനെ പോലെ കൂടെ നടന്നവരെ പോലും സ്വന്തം ലാഭത്തിനു വേണ്ടി ഇല്ലാതാക്കാൻ നടക്കുന്ന പിണറായിക്ക് ഇനി വേണ്ടത് മരുമോന് പ്രതിപക്ഷ നേതാവിന്റെ കസേര ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും പാർട്ടി വിജയിച്ചാൽ മുഖ്യന്റെ കിരീടം അണിയിച്ച് പട്ടാഭിഷേകം നടത്തുകയാണ്. എന്നിട്ട് വേണം മൂപ്പീന്നോർക്ക് വിശ്രമിക്കാൻ. പ്രതിപക്ഷ ഉപനേതാവെന്നും പറഞ്ഞ് കുറെയായല്ലോ ബിനോയ് വിശ്വം കരയുന്നു. പിണറായി കേട്ട ഭാവമുണ്ടോ? എങ്ങനെയുണ്ടാകും? ഉപനേതാവ് വന്നാൽ പിന്നെ മരുമോനെ തിരികെ കയറ്റാൻ ഒരു എതിരാളി കൂടിയായില്ലേ? കാഞ്ഞ ബുദ്ധിയാണല്ലോ സഖാവേ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിണറായിയുടെ കുടുംബവക ആണേൽ അത് മരുമോനോ മോൾക്കോ ഒക്കെ തീരെഴുതി കൊടുത്തോട്ടെ. പക്ഷേ എത്രയോ നല്ല നേതാക്കൾ കഷ്ടപ്പെട്ടും വിയർപ്പൊഴുക്കിയും ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനം റിയാസിന് തീരെഴുതുമ്പോൾ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച ചിലരുടെയെങ്കിലും കണ്ണു നിറയും. ചില ആത്മാക്കളെങ്കിലും മുകളിലിരുന്നു കരയും. പാർട്ടി പിണറായി മോൾക്ക് സ്ത്രീധനം കൊടുത്തോ? പക്ഷേ കേരളം അത് മരുമോന് കളിക്കാൻ കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല സഖാവേ.